അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഈ കുട്ടിയുടെ അതിമനോഹരമായ ഒരു പ്രസംഗം, അൽഹംദുലില്ലാ, വലിയ സന്തോഷമായി പ്രസംഗം കേട്ട്. ഈ ഒരു പ്രസംഗം നാം എല്ലാവരും കേൾക്കേണ്ട ഒരു വിഷയമാണ്. ഈ കുട്ടി ഈ ചെറുപ്രായത്തിൽ തന്നെ നേടിയ അറിവുകൾ അത്ഭുതപ്പെടുത്തുകയാണ്. ആ പ്രസംഗിക്കുന്ന അത്ഭുതകരമായ അവതരിപ്പിക്കുന്ന ഒരു ശൈലി, പ്രസംഗ മാധ്യമം നമുക്ക് കേൾക്കാം. അല്ലാഹു തആല പറയുന്നു, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല الناس ജമീഅ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യ الناس ജമീഅ. എത്ര മഹത്തരമാണ് പരിശുദ്ധ ഖുർആനിന്റെ ബോധനം. ലോകത്തെ മുഴുവൻ ആശങ്കയിലാഴ്ത്തുന്ന മാരക വിപത്താണ് യുദ്ധം. ഈ സമയത്തും ഫലസ്തീനിലും ഉക്രൈനിലും യുദ്ധക്കെടുതികളാൽ ജനകോടികൾ പൊറുതിമുട്ടുകയാണ്. എത്ര ദശാബ്ദങ്ങൾ പിന്നിട്ടാലും ഏറെ നടുക്കത്തോടെ ഓർമ്മകളിൽ ഇരമ്പിയെത്തുന്ന പേരുകളാണ് ഹിരോഷിമയും നാഗസാക്കിയും. 100,000-ഓളം ആളുകൾ തത്സമയം നിഷ്കാസനം ചെയ്യപ്പെടുകയും 1.5 ലക്ഷത്തിൽ പരം പേർ റേഡിയേഷന്റെ പ്രത്യാഘാതം മൂലം ഇഞ്ചിഞ്ചായി മൃതിയടയുകയും ചെയ്ത ഹിരോഷിമ ബോംബിംഗ് എന്തു സമാധാനമാണ് സമ്മാനിച്ചത്. 4630 കിലോഗ്രാം ഭാരവും 3.5 മീറ്റർ നീളവും വരുന്ന ഫാറ്റ്മാൻ അങ്ങ് നാഗസാക്കിയിൽ പതിച്ചപ്പോൾ 3 ലക്ഷത്തോളം മനുഷ്യജീവന്റെ തുടിപ്പുകളാണ് നിലച്ചത്. മാത്രമല്ല, അതിന്റെ വിനാശങ്ങൾ ആധുനിക തലമുറ പോലും അനുഭവിക്കുകയാണ്. 37 മില്യൺ മനുഷ്യർ മരിച്ചു വീണ 1-ാം ലോക മഹായുദ്ധവും 72 ദശലക്ഷം പേരുടെ നിണം ചിന്തിയ 2-ാം ലോക മഹായുദ്ധവും സമാധാനത്തിന്റെ ഏതു വെള്ളരിപ്രാവിനെയാണ് പറത്തിയത്. യുദ്ധം സമാധാനം ഉണ്ടാക്കുകയല്ല, മറിച്ച് മാനവകുലത്തിന്റെയും പ്രകൃതിയുടെയും സന്തുലിതാവസ്ഥക്കും സ്വസ്ഥതക്കും ഭംഗം വരുത്തുകയാണ് ചെയ്യുന്നത്. തങ്ങളുടെ അധികാര മേധാവിത്വം അരക്കിട്ടുറപ്പിക്കാനും പൗരന്മാരെ ചൊൽപ്പടിക്ക് നിർത്താനും സാമ്രാജ്യത്വം യുദ്ധത്തെ ഉപയോഗപ്പെടുത്തുന്ന മലീമസമായ കാഴ്ചയാണ് നാം കാണുന്നത്. അതിലുപരി വൻതോതിലുള്ള ആയുധ വിപണനത്തിലൂടെ തങ്ങളുടെ സാമ്പത്തിക നേട്ടമാണ് പല ഭരണകൂടങ്ങളും ലക്ഷ്യമാക്കുന്നത്. അമേരിക്കയും ഇസ്രയേലും അടക്കമുള്ള യുദ്ധക്കൊതിയന്മാരാണ് മിക്ക സംഘർഷങ്ങളുടെയും പിന്നിലെ ദുഷ്ടലാക്കുകാർ. ദേശീയതയുടെയും രാജ്യസുരക്ഷയുടെയും പേരിൽ മറ്റു രാഷ്ട്രങ്ങളുടെ മേൽ അധികാരം സ്ഥാപിക്കാൻ സാമ്രാജ്യത്വം ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുന്ന തിരക്കിലാണ്. പശ്ചിമേഷ്യയുടെയും ഇറാനിന്റെയും നീലാകാശത്ത് ഉരുണ്ടുകൂടുന്ന പുതുയുദ്ധത്തിന്റെ കാർമേഘങ്ങൾ സൃഷ്ടിക്കുന്ന അലോസരം ചെറുതല്ല. യുദ്ധം വരുത്തിവെക്കുന്നത് നഷ്ടങ്ങളുടെ കൂമ്പാരങ്ങളാണ്. പാവപ്പെട്ട ഗസയുടെ തെരുവീഥികളിലേക്ക് ഞാനും നിങ്ങളും ഒന്ന് കണ്ണോടിക്കുമ്പോൾ എത്ര പിഞ്ചോമനകളാണ് ഓരോ നിമിഷവും വെടിയുണ്ടകൾക്കിരയാവുന്നത്. മൃതിയടയുന്നവരുടെ അക്കക്കണക്കുകൾക്കപ്പുറം അംഗവിച്ഛേദം സംഭവിച്ച ആയിരങ്ങളുടെ ആർത്തനാദങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? നിലം പരിശായ ഭവനങ്ങളിൽ നിന്നും പ്രാണരക്ഷാർത്ഥം അഭയാർത്ഥി ക്യാമ്പുകളിലെത്തി നരകതുല്യമായ ജീവിതം നയിക്കുന്നവർ, അന്നവും അറിവും മുറിവിനുള്ള മരുന്ന് നിഷേധിക്കപ്പെട്ട് തെരുവിലലയുന്ന ബാല്യകുമാരങ്ങൾ, യുദ്ധങ്ങൾ ബാക്കി വയ്ക്കുന്ന നഷ്ടങ്ങളുടെ കണക്കിൽ മുഖ്യമാണ് ഭക്ഷ്യക്ഷാമം. ഇനിയും അവസാനിച്ചിട്ടില്ലാത്ത റഷ്യ ഉക്രൈൻ സംഘർഷത്തിന്റെ മുൻപ് ആഗോളതലത്തിലെ കൊടും പട്ടിണിയുടെ കണക്ക് പരിശോധിച്ചപ്പോൾ 135 മില്യൺ ആളുകളാണെങ്കിൽ ഇന്ന് അത് 276 ആയി ഉയർന്നിട്ടുണ്ട്. യുദ്ധക്കടികന്മാരായ രാഷ്ട്ര നേതാക്കളോടും രാജ്യങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ്. ലിയോ ടോൾസ്റ്റോയുടെ വടികളിൽ അതിങ്ങനെ വായിക്കാം: യുദ്ധം മത്സരത്തിന്റെയും പരസ്പര ശത്രുതയുടെയും കശാപ്പിന്റെയും അവസ്ഥയാണ്. അതിന് സഹോദര്യത്തിന്റെ ആശയവുമായി ബന്ധപ്പെടുത്തുക എന്നത് അസാധ്യമാണ്. മനുഷ്യ മനസ്സുകളിൽ പരിവർത്തനത്തിന്റെ ഗീതം മുഴക്കേണ്ടത് യുദ്ധത്തിലൂടെയല്ല. സാമൂഹ്യ തിന്മകളുടെ വിഭാടനത്തിന് സംഘർഷമല്ല പരിഹാരം. നമ്മുടെ പ്രിയ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും രാഷ്ട്രപിതാവ് ഗാന്ധിജിയും നെൽസൺ മണ്ടേലയും മാർട്ടിൻ ലൂതർ കിങ്ങുമെല്ലാം രക്തരഹിത വിപ്ലവത്തിന്റെ മികച്ച മാതൃകകളാണ് ലോകത്തിന് പകർന്നത്. അതിലുപരി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല الناس ജമീഅ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യ الناس ജമീഅ.
എത്ര മഹത്തരമാണ് പരിശുദ്ധ ഖുർആനിന്റെ ബോധനം. യുദ്ധരഹിതവും സമാധാനപൂർണവുമായ നല്ല നാളുകൾ സാർത്ഥകമാക്കാൻ നമുക്ക് ഏവർക്കും സ്വപ്നങ്ങൾ നെയ്യാം, പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും. പോയ ഈജിപ്തിലെ അലക്സാണ്ട്രിയൻ കുംഭഗോപുരങ്ങളും റോമിലെ ശിലാഖണ്ഡങ്ങളും ഏതൻസിലെ വെണ്ണക്കൽ നിശബ്ദതയും വിളംബരം ചെയ്യുന്ന സന്ദേശം എന്തായിരിക്കും? പിരമിഡും കൊളോസിയവും കാലം കവർന്നെടുത്ത ലോക സാമ്രാജ്യങ്ങളുടെ രമ്യഹർമ്മങ്ങളും ശോകനാദത്തോടെ വിളിച്ചു പറയുന്നത് എന്തായിരിക്കും? അനീതിക്കുമേൽ സ്ഥാപിക്കപ്പെട്ട ഒരു നാഗരികതയ്ക്കും അധികകാലം നീണ്ടു നിൽക്കാനാവില്ല എന്നതാവണം അവയ്ക്കുള്ള ഏറ്റവും ലളിതമായ ഉത്തരം. അടിമത്തവും അടിച്ചമർത്തലും ആയുധമാക്കി കൈസറും കിസ്രയും വാണ 6-ാം ശതകത്തിൽ തന്നെയാണ് നീതിയുടെ സൗരോദ്യവും സംഭവിക്കുന്നത്. അനീതിക്കുമേൽ നീതിയുടെയും പ്രാകൃത വ്യവസ്ഥക്കുമേൽ മാനവിക വ്യവസ്ഥയുടെയും കൊടിക്കൂറ നാട്ടിയ ഔദയത്തിന്റെ പേരിൽ പ്രവാചകർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നായിരുന്നു. വിശുദ്ധ വേദഗ്രന്ഥം ഉയർത്തിപ്പിടിച്ച് അവിടുന്ന് ഉദ്ഘോഷിച്ചു, സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരും നീതിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരുമാവുക. ഒരു ജനതയോടുള്ള നിങ്ങളുടെ അമർഷം അവരോട് അനീതി ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. നിങ്ങൾ നീതി പാലിക്കുക. അൽഹംദുലില്ലാ, എന്ത് മനോഹരമായ രീതിയിലാണ് കുട്ടി അവതരിപ്പിച്ചത്. ഓരോ വിഷയങ്ങൾ വളരെ കൃത്യമായി തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ വരാൻ തന്നെ കാരണം, യൂട്യൂബിൽ കയറിയപ്പോൾ ഈ കുട്ടിയുടെ പ്രസംഗം കണ്ടപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം ഇത്രയ്ക്കും കഴിവുള്ള ഈ ചെറുപ്രായത്തിൽ തന്നെ, അതും പരിശുദ്ധ ഖുർആൻ പരിപൂർണം പഠിച്ച ഒരു ഹാഫിദ് എന്ന് പറയുന്നതായി കേട്ട്, കൃത്യമായി കുട്ടി എവിടത്തെ ആളാണ്, ഏത് നാട്ടുകാരനാണെന്നും അറിയില്ല. എന്നാലും ഈ പ്രസംഗം ഈ കുട്ടിക്ക് നല്ലൊരു ഭാവിയുണ്ട്. ഇത്തരത്തിലുള്ള കുട്ടികൾ ഒരിക്കലും കൈവിട്ടു പോകരുത്. നാളത്തെ നമ്മുടെ സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ ഒരു സ്വത്താണ് ഇവരൊക്കെ. ഇവരെ നന്നായി ഇഖ്ലാസുള്ള മുഖ്ലിസീങ്ങളായ പണ്ഡിതന്മാരായി ഇവരെ വളർത്തേണ്ടതുണ്ട്. ഇത്തരക്കാരെ കൊണ്ടാണ് ഇവരെ ഭാവിയിൽ ഒരു നല്ല ആലിമായി വളർത്തിയാൽ സമൂഹത്തിനും സമുദായത്തിനും വലിയ നേട്ടമാണ് നേടാൻ സാധിക്കുക. കാരണം ചെറുപ്രായത്തിൽ തന്നെ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കി പ്രഭാഷണം ഈ കാലഘട്ടത്തോട് യോജിച്ച കാലഘട്ടത്തെ നേരിടാതെ കണ്ട് നമുക്ക് വിജയം കൈവരിക്കാൻ സാധ്യമല്ല. ഓരോ കാലഘട്ടത്ത് അത്തരക്കാരായ കുട്ടികൾ, പ്രഭാഷകന്മാർ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയും അവർക്കുള്ള കഴിവുകൾ നാം കണ്ടെത്തുകയും ചെയ്താൽ ആ കുട്ടികളെ നന്നായി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ആ കുട്ടികളെ സമുദായത്തിൻ്റെ ഒരു സ്വത്താക്കി മാറ്റേണ്ടതുണ്ട്. ഒരിക്കലും ഇത്തരത്തിലുള്ള കുട്ടികൾ നഷ്ടപ്പെട്ടാൽ അത് വലിയൊരു നഷ്ടമാണ്. നല്ല കഴിവുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ മക്കളെ കൂട്ടത്തിലൊക്കെ. ആ കുട്ടികൾക്ക് കൃത്യമായൊരു ഉസ്താദും അല്ലെങ്കിൽ കൃത്യമായ ഒരു പഠിക്കാനുള്ള സൗകര്യങ്ങൾ കിട്ടാതെ ഒരുപാട് കുട്ടികൾ മയക്കുമരുന്നിൻ്റെയും പല തിന്മകളുടെയും അടിമകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കുട്ടികളുടെ, ഓരോ ചെറുപ്പക്കാരുടെ ആ ഒരു പാട്ടും അവർക്കുള്ള ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. ഈ കുട്ടി നന്നായി ഒരു ഹിഫ്ളായിരുന്നുവെങ്കിൽ എത്ര മനോഹരമായി ഖുർആൻ ഓതുമായിരുന്നു എന്ന് നമുക്കുടെ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പോവുകയാണ്. നമ്മുടെ മദ്രസയിൽ തന്നെ ഇത്തരത്തിലുള്ള കുട്ടികൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായും അവരൊരു നല്ല ഒരു സ്ഥാപനത്തിലേക്കോ നല്ലൊരു സ്ഥലത്തേക്കോ അവരെ കൊണ്ടെത്തിച്ച് അവർക്ക് നല്ല ഒരു ഭാവി ഉണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കണം. നമ്മുടെ ഒരു ചെറിയ ഒരു പ്രയത്നമാണ് നാം ചെയ്യേണ്ടത്. അതുകൊണ്ട് സമൂഹത്തിനും സമുദായത്തിനും കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് വലിയ നേട്ടമാണ് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ഇത്ര കഴിവുള്ള കുട്ടികൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ ഒരിക്കലും അവരുടെ ജീവിതം നാം പാഴാക്കരുത്. അവരൊരിക്കലും അവരെ അവഗണിക്കരുത്. അവരെ നാം പ്രോത്സാഹിപ്പിച്ച് അവരുടെ മാതാപിതാക്കളോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരെ ധരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ മകൻക്ക് അള്ളാഹു നൽകിയ ഈ അവസരം, അള്ളാഹു നൽകിയ ഈ ഒരു കഴിവ് ഇത് നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ടെന്ന് പറഞ്ഞ് ആ മക്കൾ ഭാവിയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നല്ല മക്കളായി വരണം. കാരണം അവർ നല്ല വിദ്യാഭ്യാസ സമ്പന്നരായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന അനാചാരങ്ങളെക്കുറിച്ച് സമൂഹത്തിനും സമുദായത്തിനും എത്തിപ്പിച്ചു കൊടുത്താൽ തീർച്ചയായും നാം ഓർമ്മപ്പെടുത്തിയാൽ തംഫൂലിൽ മുഅ്മിൻ, അത് മുഅ്മിനീങ്ങൾക്ക് ഉപകരിക്കുമെന്നുള്ളതാണ്. നാം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. ഓർമ്മപ്പെടുത്താനും ഒരു കഴിവ് വേണം.
ആ കഴിവ് നമ്മുടെ മക്കളിലൊക്കെ കാണുമ്പോൾ മദ്രസയിൽ ഒക്കെയുള്ള ഉസ്താദന്മാരൊക്കെ കാര്യമായി ശ്രദ്ധിക്കണം. നമ്മുടെ ശ്രദ്ധയിൽ ഇത്രയും മനോഹരമായ പ്രഭാഷകന്മാർ, നല്ല മനോഹരമായ പാട്ടുപാടുന്ന കുട്ടികൾ, ഇവരൊക്കെ കണ്ടുമുട്ടി നമ്മുടെ മനസ്സിൽ തോന്നുകയാണ് ഈ കുട്ടിക്ക് നല്ലൊരു ഭാവിയുണ്ട് എന്ന് തോന്നിയാൽ തീർച്ചയായും ആ കുട്ടിയെ പിടിച്ചുയർത്തണം, ആ കുട്ടിയുടെ കൈ പിടിച്ച് നാം ഇരുത്തണം. ആ കുട്ടിക്ക് വേണ്ട കിട്ടേണ്ട സ്ഥലത്തേക്ക് അദ്ദേഹത്തിൻ്റെ ആ കുട്ടി ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന ഒരുപാട് മതസ്ഥാപനങ്ങളുണ്ടല്ലോ. ഉദവി പോലത്തെ ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ പലയിടത്തുമുണ്ട്. അവിടെയൊക്കെ ഹുദവിന്ന് പെട്ടെന്ന് വന്നത്, എൻ്റെ മകൻ ഹുദവിയിലാണ് പഠിക്കുന്നത്. അൽഹംദുലില്ലാ അവിടുത്തെ ഒരു ഇതൊക്കെ കാര്യങ്ങളൊക്കെ കണ്ട് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് പെട്ടെന്ന് ഓർമ്മയിൽ വന്നത്. അങ്ങനെ മറ്റു സ്ഥാപനങ്ങളെ കൊണ്ട് പേര് കേട്ടിട്ടുണ്ടെന്നുള്ളത് അവിടുത്തെ അകത്തെ കുറിച്ചൊന്നും നന്നായി നമുക്കറിയില്ല. ഒരുപാട് നല്ല നല്ല സ്ഥാപനങ്ങളുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി വന്നവർ ഒരുപാട് പ്രഭാഷകന്മാരും നല്ല കഴിവുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്ഥാപനത്തെ മാത്രം എന്തുകൊണ്ട് പറഞ്ഞു, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ പിന്നെ നമുക്ക് അറിവില്ലാത്തതിനെ കുറിച്ച് ഞാൻ പറയാനും പാടില്ലല്ലോ. അവിടെ എനിക്കത്ര കണ്ട് അവിടുത്തെ മക്കളും അവിടുത്തെ ഉസ്താദന്മാരൊക്കെ അങ്ങനെയാണ് പെരുമാറുന്നത്. കാരണം എൻ്റെ മകൻ അവിടെ പഠിക്കുന്നുണ്ട്. എല്ലാ ദിവസവും അവിടുത്തെ വീഡിയോസുകൾ ഉസ്താദ് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അയക്കും. നമ്മെ തന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ആ ഉസ്താദന്മാരുടെ ആ ഒരു ആവേശം, ആ കുട്ടികളോട് ആ പെരുമാറുന്ന രീതി ഒക്കെ കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷം തോന്നി. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയി എന്ന് മാത്രം. യഥാപട്ടെ ഇത്തരത്തിലുള്ള കുട്ടികളെ നല്ല നല്ല സ്ഥാപനങ്ങളിൽ എത്തിപ്പിച്ച് അവരെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം നമ്മുടേതാണ്. അള്ളാഹു ആ കുട്ടിക്ക് നല്ലൊരു ഭാവി നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ മക്കളെയും അള്ളാഹു സ്വാലിഹീങ്ങളും മുഖ്റബീങ്ങളും സമൂഹത്തിനും സമുദായത്തിനും അള്ളാഹു ഉപകരിക്കുന്ന സ്വാലിഹായ മക്കളെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.